ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കടിയായാലോ. അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ്. അത് ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറു പീസ് ഇഞ്ചിയാണ്. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഏകദേശം വേവാനായി. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 1 കപ്പ് മൈദപ്പൊടിയാണ്. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഒരു വെറൈറ്റി അടിപൊളി കടി ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ മല്ലിയില, കറിവേപ്പില ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കുട്ടികൾക്ക് മുളക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അത് ഞാൻ ഇടാതിരുന്നത്. നിങ്ങൾ മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ചെല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മൈദപ്പൊടി നമ്മൾ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലൊക്കെയുള്ള വെള്ളം തന്നെ ഇത് ധാരാളമാണ്. നമ്മൾ കുഴക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ വരും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കെല്ലാം നല്ലോണം വറുത്ത് കോരിയെടുക്കാം. ബാക്കിയുള്ളതൊക്കെ അതേ ഡിസൈനിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിലേക്ക് ഇഷ്ടപ്പെട്ടതാക്കി എടുക്കാം. ഇതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡിഷ് അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസിയും നമ്മുടെ ടേസ്റ്റിയുമായ അടിപൊളി ചായക്കടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.